ഗായ്സ്, സൺഡേ ആയിട്ട് നമ്മളിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വരെ പോവുകയാണ്. പന്നിമറ്റത്തു നിന്നും ഏകദേശം 101 കിലോമീറ്റർ അകലെയാണ് കൊടുങ്ങല്ലൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 7:30 നമ്മൾ പുറപ്പെട്ടു. തൊടുപുഴയിൽ നിന്ന് നോക്കുവാണെങ്കിൽ 84 കിലോമീറ്റർ അകലെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഞാനും ചേട്ടനുമാണ് അമ്പലത്തിൽ പോകുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയെ ആസ്ഥാനമാക്കിയാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ആദിപരാശക്തിയെ പ്രതിഷ്ഠിച്ചതും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ്. ഒരു 10:30 നമ്മൾ ക്ഷേത്ര പരിസരത്തെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. സൺഡേ ആണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ തിരക്ക് വരുന്നത് ഉത്സവ സീസണിലാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എങ്കിലും അവിടുത്തെ ദേവസ്വം ബോർഡിൽ ഒരു ചേച്ചി ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് ചേച്ചി മുഖാന്തരം ഞങ്ങൾക്ക് 10-20 മിനിറ്റാണ് ക്യൂ നിൽക്കേണ്ട വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കയറി തൊഴുതിറങ്ങാൻ പറ്റി. ക്ഷേത്ര പരിസരം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മനോഹരമായിരുന്നു. ഏറെക്കുറെ അല്ല, കൂടുതലും ആൽമരങ്ങളാണ്. ആൽമരങ്ങൾ, പിന്നെ ഇലഞ്ഞി മരങ്ങൾ, അതൊക്കെ ഒരു പ്രത്യേക ഫീല് തരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ക്ഷേത്രത്തിൽ. മാത്രമല്ല ഓരോ ആൽമരത്തിനും ആൽത്തറകൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരുടെ പേരൊക്കെ ആൽത്തറയിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഉണ്ടോ. പിന്നെ മെയിനായിട്ടും തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ആദിപരാശക്തിയെ പ്രതിഷ്ഠിച്ചതും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ്. കൊടുങ്ങല്ലൂർ ഭഗവതിയും ഒപ്പം പരമശിവനുമാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇവരെ രണ്ടുപേരെയും സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രപാലകൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട്. മെയിനായിട്ടും വഴിപാട് വാളൻചലമ്പും പട്ട്, വെടിവഴിപാട് എന്നിവയാണ് മെയിനായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത്. വെടിവഴിപാടൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പം തന്നെ നമ്മൾ പെരുന്നാളും പറഞ്ഞ് അപ്പം തന്നെ കഴിച്ചു തരും. അങ്ങനെയാണ് അവിടുത്തെ. അതാണ് വെടിവഴിപാട് കൗണ്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെടിവഴിപാട് നടത്തുന്നത്. നമുക്കത് അവിടെ ചേട്ടന്മാരുണ്ട്, നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആര്യാസ് പ്യുവർ വെജിറ്റേറിയനിൽ പോയി ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് പറഞ്ഞത് മസാല ദോശയായിരുന്നു. മസാല ദോശയും പൂരിയും പറഞ്ഞു. ആദ്യം വന്നത് മസാല ദോശയാണ്. മസാല ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, കിഴങ്ങ് കുറവായിരുന്നു. മസാല ദോശയും പൂരിയും കഴിച്ച് ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. 12 മണിയായിട്ട് ഇറങ്ങി നമ്മൾ വീണ്ടും പോയത് അമ്പല പരിസരത്തേക്കാണ്. അമ്പലത്തിൻ്റെ മുൻവശം മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മെയിൻ എൻട്രൻസിൽ ദേവസ്വം ബോർഡ്, ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രം, കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന വലിയ ഹെഡിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും 5 വർഷം മുന്നേ ഇവിടെ വരുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇത് ബോർഡൊക്കെ വെച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെച്ചുവാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ആ സൈഡ് മൊത്തം ചെറിയ ചെറിയ കടകളാണ്. പിന്നെ കുറേ കൈനോട്ടക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ലോട്ടറി വിൽപ്പനക്കാരുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പുറപ്പെട്ടു. നല്ല മഴയുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മഴയുണ്ടായിരുന്നു, വീട്ടിലേക്ക് വരുമ്പോഴും മഴയുണ്ടായിരുന്നു. തൊഴാൻ നേരം മാത്രം നമുക്ക് മഴ മാറി നിന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. മെയിനായിട്ടും ചെമ്മീൻ വിൽക്കുന്ന കടയാണിത്. അവർ വീട്ടിൽ തന്നെ ഉണങ്ങി കൊണ്ടുപോയി വിൽക്കുന്നതാണ്. ഒരു പാക്കറ്റിന് 100 തുടങ്ങി 500 വരെ റേറ്റ് വരുന്നുണ്ട്. 100ൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു. ചെമ്മീൻ ആർക്കും തന്നെ ഇഷ്ടമല്ല, എനിക്കേ വീട്ടിൽ ഇഷ്ടമുള്ളൂ. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, ഇതിൻ്റെ സ്മെല്ല് വണ്ടിയിലായാൽ നിന്നെ ശരിയാക്കും. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല, ചെമ്മീൻ മേടിച്ചു. പിന്നെ ഇതിൻ്റെ മുൻവശത്തും പുറകുവശത്തും ധാരാളം കടകളുണ്ട്. നമ്മുടെ പുറകിലൊരു വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട്, അവരും ചെമ്മീൻ മേടിക്കാൻ വന്നതാണ്. ഇതിന് ഫ്രണ്ടിൽ ഇതുപോലത്തെ കടകളുണ്ട്. മഴയാണെങ്കിലും നല്ല രീതിക്ക് കച്ചവടം നടക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലവും പുതിയ ആൾക്കാരെയും പരിചയപ്പെടാം. ബൈ ബൈ.